ഹായ്, ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ദൃശ്യം 3യുടെ റിലീസിങ്ങും അതുപോലെ സിനിമ പോസിറ്റീവായി കഴിഞ്ഞാൽ അതിന് കിട്ടാൻ പോകുന്ന കളക്ഷനും ഫസ്റ്റ് ഡേ കളക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ദൃശ്യം 3യെ കുറിച്ച് ഒരുപാട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആശീർവാദ് സിനിമാസ് ദൃശ്യം 3യുടെ റിലീസിംഗുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ് തിയേറ്ററുകാരുമായി നടത്താൻ പോകുന്നു. അതിന്റെ കോപ്പി നമ്മളെല്ലാവരും കണ്ടതാണ്. 4 ആഴ്ച മിനിമം 4 ഷോ വെച്ച് കളിപ്പിക്കണം, 5 ലക്ഷം ഡെപ്പോസിറ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നീട് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പല രീതിയിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സിനിമ വലിയ കളക്ഷൻ നേടും, ആദ്യ ദിവസം തന്നെ സിനിമ പോസിറ്റീവായി കഴിഞ്ഞാൽ 20 കോടിയോളം കളക്ഷൻ നേടിയെടുക്കും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് കുറെ പോസ്റ്റുകൾ കണ്ടു. അതായത് സിനിമ പോസിറ്റീവായി കഴിഞ്ഞാൽ ആദ്യ ദിവസം 20 കോടിയോളം നേടിയെടുക്കും എന്നുള്ളതാണ് ഇത്തരക്കാർ പറയുന്നത്. ഇവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഒരു സാധാരണ സിനിമയല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് സിനിമ സാധാരണ സിനിമ തന്നെയാണ്, പ്രേക്ഷകരുടെ മനസ്സിൽ ഇതൊരു സാധാരണ സിനിമയല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ 20 കോടി 25 കോടി എന്നൊക്കെയാണ് പല ആൾക്കാരും പറയുന്നത് ഫസ്റ്റ് ഡേ നേടാൻ പോകുന്ന കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന്. ഈ കളക്ഷൻ ഒരുപക്ഷെ പാട്രിയോട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ L366 കുറിച്ചോ അല്ലെങ്കിൽ ആട് 3യെ കുറിച്ചോ അതുപോലുള്ള സിനിമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ. പക്ഷെ ദൃശ്യം 3യെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അത് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇത്തരം സിനിമകൾ കാത്തിരിക്കുന്നത് മലയാളി ഓഡിയൻസ് ആണ്. അതായത് ആട് 3, പാട്രിയോട്ട് അതുപോലുള്ള സിനിമകളെല്ലാം മലയാളി ഓഡിയൻസ് കാത്തിരിക്കുന്നുണ്ട്. ആ സിനിമകൾ പോസിറ്റീവായി കഴിഞ്ഞാൽ 25-30 കോടിയായിരിക്കും കളക്ഷൻ നേടുകയുള്ളൂ ആദ്യ ദിവസം. പക്ഷേ ദൃശ്യം 3യെ കാത്തിരിക്കുന്നത് മലയാളികൾ മാത്രമല്ല, മറ്റു ഭാഷക്കാർ ഒരുപാട് പേർ ദൃശ്യം 3യെ കാത്തിരിക്കുന്നുണ്ട്. ദൃശ്യം 3 കേരളത്തിൽ 90% തിയേറ്ററുകളിലും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിദേശത്ത് വലിയ രീതിയിലുള്ള റിലീസാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു റിലീസാണ് വിദേശ രാജ്യങ്ങളിൽ സിനിമ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വമ്പൻ തിയേറ്റർ കൗണ്ടാണ് സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഞെട്ടിപ്പിക്കുന്ന കളക്ഷനായിരിക്കും, മലയാള സിനിമയുടെ തലവര മാറ്റുന്ന ഒരു കളക്ഷനായിരിക്കും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വരാൻ പോകുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഒരു മലയാള സിനിമയുടെ എല്ലാ കളക്ഷൻ റെക്കോർഡും ദൃശ്യം 3 ഭേദിക്കും എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം പോസിറ്റീവ് വന്നു കഴിഞ്ഞാലുള്ള സംഭവമാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം ആദ്യ ദിവസം തന്നെ 30 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷനായി നേടിയെടുക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ലാഭം നേടുന്ന സിനിമയായിട്ടും ഈ ദൃശ്യം 3 മാറും. നമ്മൾക്കറിയാം ഈ സിനിമയ്ക്ക് വലിയ ചെലവൊന്നുമില്ല എന്നുള്ളൊരു കാര്യം. അതിന്റെ കോണ്ടന്റ് അത് എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നുണ്ട്. പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഈ സിനിമ ഇറങ്ങി 3 ആഴ്ച കഴിയുമ്പോൾ OTT റിലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. വളരെ വൈകി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഹിന്ദി റിലീസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ദൃശ്യം 3 മലയാളം OTTയിൽ വരികയുള്ളൂ. അതായത് ഒക്ടോബർ കഴിഞ്ഞിട്ടേ ദൃശ്യം 3 OTTയിൽ വരികയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അതായത് സിനിമയ്ക്ക് ലോങ് റൺ ഉറപ്പാണ്. ഈ സിനിമ പോസിറ്റീവ് ആണെങ്കിൽ ആദ്യ ദിവസവും റെക്കോർഡ് നേടിയെടുക്കും. അതുപോലെ തന്നെ ഫൈനൽ കളക്ഷന്റെ കാര്യത്തിലും റെക്കോർഡുകൾ നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. ദൃശ്യം 3യെ ഒരിക്കലും മറ്റുള്ള സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യരുത്. എല്ലാ സിനിമകൾക്കും ഹൈപ്പ് ഉണ്ടാവും. ആ സിനിമകളുടെ ഹൈപ്പ് എന്ന് പറയുന്നത് മലയാളി പ്രേക്ഷകർ നൽകുന്ന ഒരു ഹൈപ്പാണ്. പക്ഷെ ദൃശ്യം 3ക്ക് കിട്ടുന്ന ഹൈപ്പ് മലയാളി പ്രേക്ഷകർ മാത്രമല്ല, മറ്റുള്ള ഭാഷക്കാരും നൽകുന്ന ഹൈപ്പാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. സിനിമ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞാൽ വമ്പൻ കളക്ഷൻ അത് നേടിയെടുത്തിരിക്കും. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ഉണ്ടാവുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇനി സിനിമയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിലും ഈ പറയുന്ന 25 കോടിക്ക് മുകളിൽ സിനിമ വളരെ നിസ്സാരമായി ആദ്യ ദിവസം തന്നെ നേടിയെടുക്കും എന്നുള്ളത് കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണുന്നൊരു ബൈ.